ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഓൺലൈൻ അപേക്ഷ നൽകുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ലൈവ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ലൈവായിട്ടുള്ള വീഡിയോ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് രജിസ്ട്രേഷൻ ലിങ്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഏത് കോഴ്സാണ് പഠിക്കുന്നത്, ഏതൊക്കെ കോളേജിലാണ് അപേക്ഷ കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത് തുടങ്ങിയ പ്രധാനപ്പെട്ട അതായത് ഒരു ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതായത് നമുക്ക് 20 ഓപ്ഷൻസ് വരെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ആ 20 ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ 20 കോളേജുകൾ സെപ്പറേറ്റ് ആയിട്ട്, ഉദാഹരണത്തിന് BA ഇംഗ്ലീഷ് ആണെങ്കിൽ BA ഇംഗ്ലീഷ് 20 കോളേജ് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകൾ BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BA അല്ലെങ്കിൽ BCom ഉൾപ്പെടെയുള്ള കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഏകദേശം അതായത് കോളേജുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കോഴ്സ് ഏതാണ് കൊടുക്കുന്നത് ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. അതിനായിട്ട് ഒഫീഷ്യൽ പേജ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ മൂന്നാമത്തത് അഫിലിയേറ്റഡ് കോളേജ് UG പ്രോഗ്രാം എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഈ ഒരു പ്രോഗ്രാംസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോഴ്സുകളുടെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ BA ഇംഗ്ലീഷാണ് നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BA എക്കണോമിക്സ്. നിങ്ങൾ എക്കണോമിക്സ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എക്കണോമിക്സ് ഏതൊക്കെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകൾ, ഏകദേശം എക്കണോമിക്സ് എന്ന് പറയുന്ന കോഴ്സ് 25 കോളേജുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡ്, അതേപോലെ സെൽഫ് ഫിനാൻസ് ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത് EK നായനാർ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ്റാണ്. ഇവിടെ നിങ്ങൾ ലാസ്റ്റ് കാണാം ഗവൺമെൻറ് എയ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ലാതെയും എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ നിശ്ചിത സെമസ്റ്റർ ഫീ കൊടുത്തുകൊണ്ട് പഠിക്കുവാൻ സാധിക്കുന്ന കോളേജിലാണ്. അതുകൊണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഗവൺമെൻറ് തന്നെ നിങ്ങൾ കൊടുത്തിടുക. ശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കൂടി നിങ്ങൾ കൊടുത്തിടുക. അപ്പോൾ 20 ഓപ്ഷൻസ്. ഇനി ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം BA ഇംഗ്ലീഷ് മാത്രമാണ് BA എക്കണോമിക്സ് മാത്രമാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ആ വിദ്യാർത്ഥി ഈ 25 കോളേജിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള 20 ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരൊറ്റ അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് അതായത് 20 ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കോളേജ് അല്ലെങ്കിൽ ഏതാണ് കോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഒരു ധാരണ ഇവിടെ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഹോമിലോട്ട് വീണ്ടും വന്ന് നമുക്ക് അപേക്ഷയിലോട്ട് പോകാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ്റെ തൊട്ട് താഴെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് എൻ്റർ ചെയ്യണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ശ്രദ്ധിക്കുക, നെയിം ഓഫ് ദി അപ്ലിക്കൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ SSLC ബുക്ക് നിർബന്ധമായിട്ടും SSLC ബുക്കിൻ്റെ കോപ്പി നിങ്ങൾ കൈവശം എടുത്ത് വെക്കുക. അതിലുള്ള ഡാറ്റ അതേ രീതിയിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾ വരുത്താൻ പാടില്ല. അപ്പോൾ ഒന്നാമതായിട്ട് നെയിം ഓഫ് ദി അപ്ലിക്കൻറ്റ് ആസ് പെർ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, അതായത് SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ജെൻഡർ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കിവിടെ ഇയർ ഇവിടെ ടിക്ക് ചെയ്താൽ ഇയർ കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ഇയർ, അതേപോലെ ഏതാണ് മാസം, ഏതാണ് ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇമെയിൽ ID. നിങ്ങൾ ഇമെയിൽ ID ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലൈവായിട്ടുള്ള ഇമെയിൽ ID തന്നെ നിങ്ങൾ കൊടുക്കുക. വേറെ ഏതെങ്കിലും ഇമെയിൽ ID കൊടുക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങളുടെ സ്വന്തം ഇമെയിൽ IDയിലും മൊബൈൽ നമ്പറിലാണ് വരിക. അതുകൊണ്ട് അത് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID മാത്രം കൊടുക്കുക. അതേപോലെ സെലക്ട് ഫീ കാറ്റഗറി. അപ്പോൾ നിങ്ങൾ ഏതാണോ വിഭാഗം, ജനറൽ വിഭാഗം അല്ലെങ്കിൽ SC BC വിഭാഗമാണ് അത് സെലക്ട് ചെയ്യുക. SC ST ആണെങ്കിൽ അത് PW ആണ്. അത് അപ്പോൾ ഓരോന്നിൻ്റെ ഇപ്പോൾ ജനറൽ SC BC ആണ്, അതിൻ്റെ ഫീസ് ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് 600 രൂപയാണ്. SC ST വിഭാഗക്കാരാണെങ്കിൽ 300 രൂപയാണ്. PWയിലും അതേ രീതിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണ് കാറ്റഗറി ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യലാണ്. പാസ്വേഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വളരെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പാസ്വേഡ് നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ നെയിം, ഉദാഹരണത്തിന് എൻ്റെ നെയിം സവാദ്, അതിൽ S ക്യാപ്സ് ലെറ്റർ കൊടുക്കുക. സവാദ് #, നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും #, സവാദ് #123 ഈ രീതിയിലുള്ള ഒരു പാസ്വേഡ്
പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേ പാസ്വേഡ് തന്നെ വീണ്ടും നിങ്ങളുടെ കൺഫേം നിങ്ങൾ ഒന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ നേരത്തെ കൊടുത്ത നമ്പറിലും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലും ഒരു മെസ്സേജ് വരും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡുമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ട് അവസാന ഘട്ടം വരെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒന്നുകിൽ നിങ്ങളിവിടെ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. പ്രിൻറ്റ് ദിസ് പേജ് എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക. പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് അത് മറക്കാതെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ഏതെങ്കിലും നിങ്ങളുടെ പേജിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ PDF ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യാൻ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഇപ്പോൾ നമുക്ക് മെസ്സേജ് വന്ന ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ശേഷം നമ്മൾ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വെരിഫിക്കേഷൻ കോഡിന് അവിടെ കാണുന്ന ആ ഒരു കോഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. അപ്പോൾ അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 8 സ്റ്റെപ്പാണ് നമുക്ക് അത് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് നമുക്ക് കാണിക്കാം. അതിന് മുന്നോട്ട് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു SLC ബുക്കുള്ള രീതിയിൽ ജസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കോൺടാക്റ്റ് ഉൾപ്പെടെയുള്ള ഇമെയിൽ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നോർമലായിട്ടുള്ള നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് SLC ബുക്കിൽ അതേ രീതി നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണ് കാറ്റഗറി, OBC ആണോ അല്ലെങ്കിൽ OEC ആണോ അല്ലെങ്കിൽ EWS ആണോ അല്ലെങ്കിൽ SC/ST ആണോ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് അവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തത് അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങളുടെ +2 മാർക്ക് ജസ്റ്റ് എൻട്രി ചെയ്യുന്ന ഓപ്ഷനാണ് അക്കാഡമിക്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അവിടെ നിങ്ങൾ എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എത്ര ചാൻസാണ് നിങ്ങൾ പാസ്സാക്കാൻ എടുത്തിട്ട്. നോർമലി എല്ലാവരും ഫസ്റ്റ് ചാൻസ് തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇത്തരത്തിലുള്ള ജസ്റ്റ് അക്കാഡമിക് സംബന്ധമായിട്ടുള്ള ഡാറ്റയാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, അപ്ലോഡ് ഫോട്ടോ. ഇവിടെയാണ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചർ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് നോർമലായിട്ടുള്ളൊരു നോർമൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് സൈസ് സെറ്റ് ചെയ്തത്. അതിൽ നിങ്ങൾ ജസ്റ്റ് 150-200 പിക്സലാക്കിയിട്ട് ഒരു 40 KB ഒരു ഫോട്ടോ മൊബൈൽ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സിഗ്നേച്ചറും ശ്രദ്ധിക്കുക, 150-60 അതായത് വിഡ്ത്ത് ഹൈറ്റിലാക്കിയിട്ട് 40 KB ഒരു സിഗ്നേച്ചർ കൂടി നിങ്ങൾ മൊബൈൽ ഫോണിൽ ഗാലറിയിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് ഈ ഡോക്യുമെൻറ്റ്സ് മാത്രം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും മൊബൈൽ ഫോൺ വഴി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ് ആഡ് ആൻഡ് ചേഞ്ച് ഓപ്ഷൻ. അത് നമ്മുടെ കോളേജ് കോഴ്സ് ഓപ്ഷൻസ് 20 ഓപ്ഷൻ വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അഞ്ചാമത്തെ ഓപ്ഷൻ. ശേഷം മേക്ക് പേയ്മെൻറ്റ്, അതായത് നമ്മുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് UPI അതായത് ഗൂഗിൾ പേ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായി നിങ്ങൾ പ്രിൻറ്റ് റെസിപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ അടിക്കുക. അതായത് പേയ്മെൻറ്റ് ചെയ്തു എന്നതിൻ്റെ പ്രൂഫായിട്ട് നിങ്ങൾ ആരും പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താക്കുക, അതിൻ്റെ PDF നിങ്ങൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പോയിട്ട് നമുക്ക് ഫൈനലി നമുക്ക് വെരിഫിക്കേഷൻ കൊടുക്കുവാൻ കൺഫേം ചെയ്യുവാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ പേയ്മെൻറ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് മാറ്റി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് നിർബന്ധമായിട്ട് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ, അതായത് നിങ്ങൾക്ക് അതായത് വെരിഫിക്കേഷൻ, അത് എട്ടാമത്തെ ഓപ്ഷൻ വെരിഫൈഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ പേയ്മെൻറ്റ് കൂടി ചെയ്തതിന് ശേഷം വെരിഫൈഡ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളെല്ലാ ഡാറ്റയും പേഴ്സണൽ, അക്കാഡമിക് ഉൾപ്പെടെയുള്ള എല്ലാ ഡാറ്റയും കൊടുത്തതൊക്കെ ക്ലിയർ ആണോ ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഓപ്ഷനാണ്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റം വരുത്തി നിങ്ങൾക്ക് ഫൈനലി വെരിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി. അതായത് അതിനുശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ഓഫ് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. പ്രിൻ്റ് ഔട്ട് എടുക്കാത്തവർ മൊബൈൽ ഫോൺ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. PDF മാത്രം സേവ് ചെയ്ത് വെച്ചാൽ മതി. ആ ഒരു PDF പിന്നീട് അഡ്മിഷൻ നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു PDF-ൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട്
നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുവാൻ വേണ്ടി ഏറ്റവും താഴെ നമുക്കിവിടെ പ്രൊസീഡ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ 8 സ്റ്റെപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ലൈവായിട്ടുള്ള കാര്യം ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയിം, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ ജെൻഡർ നമ്മൾ നേരത്തെ കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ അതേപോലെ നാലാമതായിട്ട് ആരും കേരളമായിട്ട്. അപ്പോൾ നിങ്ങൾ കേരളമായിട്ട് ആണെങ്കിൽ കേരളത്തിലുള്ളവരാണ് യെസ് തന്നെ കൊടുക്കുക. നാഷണാലിറ്റി ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ വന്നിട്ടുണ്ട്. ലാൻഡ് ഫോൺ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കും, ഇല്ലെങ്കിൽ ആവശ്യമില്ല. ഇമെയിൽ ഐ ഡി നമ്മൾ നേരത്തെ കൊടുത്ത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് 8ാമതായിട്ട് പാരൻ്റ് ഓർ ഗാർഡിയൻ നെയിം. അപ്പോൾ നിങ്ങളുടെ പാരൻറ്റ് ഫാദറാണോ അല്ല മദറാണോ ജസ്റ്റ് SLC ബുക്കിൽ അതേ രീതിയിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് നിങ്ങളുടെ ഹൗസ് നെയിം SLC ബുക്കിൽ അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ട്രീറ്റ്, അതായത് നിങ്ങൾക്ക് സ്ട്രീറ്റ് ജസ്റ്റ് നിങ്ങളുടെ പ്ലേസ് ഏതാണോ ആ പ്ലേസ് ജസ്റ്റ് നോർമലി ജസ്റ്റ് നിങ്ങളുടെ സ്ട്രീറ്റ്, പ്ലേസ്, ഡിസ്ട്രിക്റ്റ്, ഏതാണ് ഡിസ്ട്രിക്ട്, ജില്ല സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പോസ്റ്റ് ഓഫീസ്, നിങ്ങൾ ഏതാണ് പോസ്റ്റ് ഓഫീസ് ആ ഒരു പോസ്റ്റ് ഓഫീസ് നിങ്ങൾ എന്താക്കുക ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എന്താക്കുക ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോർമൽ അഡ്രസ്സാണ്, ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനടുത്ത് നമുക്ക് റിസർവേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ റിസർവേഷൻ കാറ്റഗറിയോട്ട് പോകുന്നതിന് മുമ്പ് ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ പെടുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് SC BC വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ, അതായത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഈയവ, അതേപോലെ വില്ലവ, തീയ, അതേപോലെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതേപോലെ അതർ ബാക്ക്വേർഡ് ഹിന്ദു, മുസ്ലിം, LCN, ആംഗ്ലോ ഇന്ത്യൻ, ഇത്രയും വിഭാഗത്തിൽ പെടുന്നവരൊക്കെ ഏത് കാറ്റഗറിയാണ്? SC BC കാറ്റഗറിയാണ്. ഈ SC BC കാറ്റഗറിക്കാർ നിർബന്ധമായിട്ടും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംവരണം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ വിഭാഗം SC BC വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശമുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ അതേപോലെ രണ്ടാമത് EWS കാറ്റഗറി വരുന്നവർ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സെറ്റ് ചെയ്യുക. ഇനി മൂന്നാമത് SC ST കാറ്റഗറി വരുന്നവർ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അതർ മറ്റുള്ള എലിജിബിൾ കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് അവരുടെ ഏതാണ് കോട്ട നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ ഡിസബിലിറ്റിയിൽ വരുന്നവരാണ് PWD സർട്ടിഫിക്കറ്റ്, അവരും എന്താക്കുക സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിസർവേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് 10 വെദർ ക്രീമിലിയർ. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നവർ? അപ്പോൾ SC BC വിഭാഗക്കാരാണെങ്കിൽ നോൺ ക്രീമിലിയറി, ഇനി അല്ലാത്തവരാണെങ്കിൽ ക്രീമിലിയറി, ഇനി അതൊന്നും അല്ലാത്തവർ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. അപ്പോൾ SC BC കാറ്റഗറി വരുന്നവരൊക്കെ എന്താക്കാം നോൺ ക്രിമിനൽ എന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നീഡഡ് ഫോർ SC BC റിസർവേഷൻ സച്ച് കാൻഡിഡേറ്റ്സ് സെലക്ട് നോൺ ക്രിമിനൽ. അപ്പോൾ നിർബന്ധമായും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ 1-2 ദിവസം കൊണ്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. വളരെ സിമ്പിളാണ് ഇപ്പോഴത്തെ എല്ലാ പ്രോസസ്സും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ റിലീജിയൻ. അപ്പോൾ നിങ്ങൾ ഏതാണോ റിലീജിയൻ, ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം, അതേഴ്സ്, അപ്പോൾ ഏതാണ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആർ യു എലിജിബിൾ ഫോർ കമ്മ്യൂണിറ്റി റിസർവേഷൻ. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ എലിജിബിൾ ആണെങ്കിൽ അതായത് യെസ് എന്ന് കൊടുക്കുക, അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. അവിടെ നിങ്ങൾ നോക്കി SC BC എലിജിബിൾ ഫോർ കമ്മ്യൂണിറ്റി റിസർവേഷൻ, ജനറൽ ഓർ ഫോർവേഡ് കാസ്റ്റ് ഹാവ് EW റിസർവേഷൻ ഓൺലി, OEC കാൻഡിഡേറ്റ്സ് ഗെറ്റ് റിസർവേഷൻ ഇൻ ദി ലാക്ക് ഓഫ് SC ST സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ റിസർവേഷൻ അതായത് SC BC കാറ്റഗറി നേരത്തെ പറഞ്ഞാൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവർ ആ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ മാത്രം യെസ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇവിടെ നോ എന്ന് കൊടുത്ത് പിന്നീട് നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് SC BC വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഇവിടെ യെസ് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം പിന്നീട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യെസ് എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതായത് എയ്ഡഡ് കോളേജുകളിലൊക്കെ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാകും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ ഏതാണോ കമ്മ്യൂണിറ്റി റിസർവേഷൻ അതിവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയാണ് വരുന്നത് അതിവിടെ നിങ്ങൾ യെസ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി അതേപോലെ അടുത്തത് കാറ്റഗറി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതാണോ ഉദാഹരണത്തിന് റിലീജിയൻ നിങ്ങൾ ഹിന്ദു അല്ലെങ്കിൽ ഇസ്ലാം ഏതാണോ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇസ്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ SC BC മുസ്ലിം, അതേപോലെ ഷെഡ്യൂൾ ട്രൈബ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഹിന്ദു എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഇവിടെ സെലക്ട് ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഏതാണോ SC BC യവ തീയ ബില്ലവ അല്ലെങ്കിൽ SCB അതർ ബാക്ക്വേർഡ് ഹിന്ദു ഷെഡ്യൂൾ കാസ്റ്റ് ഏതാണെന്നുള്ളത് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ കാസ്റ്റ് നിങ്ങൾ ഏതാണ് കാസ്റ്റ്, ഇപ്പോൾ തന്നെ ഹിന്ദു ആണെങ്കിൽ അവിടെ ഹിന്ദു കാസ്റ്റ്, ഇനി മുസ്ലിംസാണ് മുസ്ലിംസ് കാസ്റ്റ്, ക്രിസ്ത്യൻസാണ് അവരുടെ കാസ്റ്റ് ഇവിടെ ജസ്റ്റ് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ SLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ കാസ്റ്റ് കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക, അത്രമാത്രമാണ്. ഇനി അതേപോലെ ഡിസബിലിറ്റിയിൽ വരുന്നവരാണെങ്കിൽ PWD ഇവിടെ യെസ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ നിങ്ങൾ PWD കാറ്റഗറിയിൽ വരുന്നവർ ഇവിടെ നോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഡിസബിലിറ്റി ഉള്ളവർ മാത്രം യെസ് എന്ന് പറഞ്ഞു കൊടുക്കുക, അവരുടെ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതേപോലെ OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റിയിൽ വരുന്നവരാണെങ്കിൽ അവരുടെ യെസ് പറഞ്ഞു കൊടുക്കുക, അല്ലാത്തവരൊക്കെ എന്താക്കുക നോ എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഓൾറെഡി SC BC വിഭാഗത്തിൽ പെടുന്നവരാണ് അവിടെ നോ എന്ന് പറഞ്ഞു കൊടുക്കുക. OECയിൽ പെടുന്നവർ മാത്രം യെസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു EWS കാറ്റഗറി. അപ്പോൾ അത് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായിട്ട് ബാക്കിലോട്ട് നിൽക്കുന്നവരാണ്
EWS കാറ്റഗറിയിൽ വരുന്നവർ അവരുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അതായത് വില്ലേജ് ഓഫീസിൽ നിന്നും അതായത് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റിന് വേണ്ടത് അത് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് EWS കാറ്റഗറി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഒന്നും നിങ്ങളിപ്പോൾ ഡയറക്റ്റ് പോയിട്ട് അപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അതുള്ളവരാണ് അത് നിർബന്ധമായിട്ട് എന്താക്കുക യെസ് എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലാത്തവർ നോ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി അതുപോലെ സ്പെഷ്യൽ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. എക്സ് സർവീസ് മാൻ അല്ലെങ്കിൽ വിഡോ ആൻഡ് ചിൽഡ്രൻ ഓഫ് ജവാൻ. ഓക്കെ, അപ്പോൾ ജവാന്മാർ അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ്റെ അത്തരത്തിലുള്ള മക്കളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ വെയിറ്റേജ് ഉണ്ട്. അവർ മാത്രമേ ഈ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലാത്തവർ ടിക്ക് ചെയ്യരുത്. ഓക്കെ, അത്തരത്തിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. ഓക്കെ, ഇനി അടുത്തത് റിസർവേഷൻ ഫോർ നോമിനീസ് ആണ്. അപ്പോൾ നോമിനീസിൻ്റെ റിസർവേഷൻ നിങ്ങൾ ഏതെങ്കിലും ഇതിൽ പറയുന്ന അതായത് യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്, കാശ്മീരി, അങ്ങനെ ഏതെങ്കിലും ജമ്മു കാശ്മീർ, അങ്ങനെ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തു, അല്ലാത്തവർ ജസ്റ്റ് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കൊടുക്കുക. ഇനി ഹാവ് യു കംപ്ലീറ്റഡ് എനി ഡിഗ്രി കോഴ്സ് ഇൻ റെഗുലർ മോഡ്. അത് നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്ക് പഠിക്കുകയാണ്, അപ്പോൾ +2 ആണ് പാസ്സായിട്ടുള്ളത്. ഇനി നിങ്ങൾ ഓൾറെഡി ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ യെസ് കൊടുക്കുക. നോർമലി എല്ലാം +2 കാറായിരിക്കും, അതുകൊണ്ട് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നോ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഏജ് ഈസ് ഓൺ, നിലവിലത്തെ ഏജ് നിങ്ങളിവിടെ ജസ്റ്റ് ഇവിടെ ഏജ് ആണ്. അപ്പോൾ ഈ ഏജ് ഓട്ടോമാറ്റിക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ കൃത്യമായിട്ടെല്ലാം എൻ്റർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏജ് കാണാൻ സാധിക്കും. ഇനി ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ സെൽഫ് ഫിനാൻസ് കോളേജ്, ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ ഫീസില്ലാതെയും സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് കൊടുത്തും പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് എങ്ങനെയെങ്കിലും ഒരു റെഗുലർ കോളേജിൽ പഠിക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളുള്ളത്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൂടി നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ യെസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളേജ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ഇല്ലാതെ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സെൽഫ് ഫിനാൻസ് കോളേജ് കൂടി ലാസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ എന്താക്കുക സെൽഫ് ഫിനാൻസ് കോളേജിൽ കൂടി കൊടുത്തിടുക. ഇനി അടുത്തത് ഹാവ് യു റെപ്രസെൻറ്റ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻ, ഏതെങ്കിലും സ്പോർട്സ് കോമ്പറ്റീഷൻ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യെസ് കൊടുക്കുക. അങ്ങനെ അവർ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടാവണം, അല്ലാത്തവർ നോ എന്ന് പറഞ്ഞു കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അക്കാഡമിക് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അക്കാഡമിക് പ്രൊഫൈൽ ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഒന്നാമതായിട്ട് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ പാസ്ഡ്, റെഗുലർ ആണോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആണോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂളാണോ. സ്വാഭാവികമായിട്ടും കേരളത്തിൽ റെഗുലറായിട്ട് പഠിച്ചവരൊക്കെ എന്താക്കുക റെഗുലറായിട്ട് കൊടുക്കുക. ഇനി NIS പോലെയുള്ള അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പഠിച്ചവരുണ്ടെങ്കിൽ അവർ മാത്രം ഓപ്പൺ എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ബോർഡ് ഓഫ് എക്സാം പാസ്ഡ്. അപ്പോൾ നിങ്ങൾ ഏത് ബോർഡാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോർമൽ എല്ലാ വിദ്യാർത്ഥികളും HSC കേരള ആയിരിക്കും. ഇനി വൊക്കേഷൻ ഹയർ സെക്കൻഡറിന് VHSC കൊടുക്കും. ഇനി CBSE-കാർ CBSE, ISC-കാർ ആ രീതിയിൽ കൊടുക്കും. ഇപ്പോൾ ഞാൻ HSC ആണ്, HSC കൊടുക്കും. സ്ട്രീം അപ്പോൾ ഏതാണ് നിങ്ങൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ജസ്റ്റ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് അപ്പിയറൻസ് നിങ്ങളെല്ലാവരും ഫസ്റ്റ് ചാൻസിൻ്റെ പാസ്സായവരായിരുന്നു, അവർ ജസ്റ്റ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇനി ഇവിടെ സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നവരുണ്ടാവും, അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ സെക്കൻഡ് ചാൻസ് എന്ന രീതിയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. സപ്ലിമെൻ്ററി റിസൾട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ റീവാലുവേഷൻ പാസ്സാവുകയാണെങ്കിൽ ആ സമയത്ത് അവർക്കും കൂടി അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ +2യുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡു യു ഹാവ് പ്രീ നോളജ് ഓഫ് അറബിക് ഇൻ സെക്കൻഡറി ഓർ ഹയർ സെക്കൻഡറി ലെവൽ. അപ്പോൾ അറബിക്ക് നോളജ് ഉണ്ടെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ എന്ന് ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇല്ലാത്തവർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഓരോ മാർക്ക് നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാം രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിന് അടുത്ത് നമ്മളിവിടെ ടോട്ടൽ മാർക്ക് ഇവിടെ 200 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓക്കെ എത്രയാണോ മാർക്ക് കിട്ടിയത് ആ മാർക്ക് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓരോന്നിൻ്റെയും മാർക്ക് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് 200 എന്ന് പറഞ്ഞാൽ +1ൻ്റെയും +2ൻ്റെയും മാർക്കാണ്. അപ്പോൾ ആ ഒരു +1 +2ൻ്റെ മാർക്ക് നിങ്ങളിവിടെ ടോട്ടൽ 200 എത്രയാണോ അതിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മുമ്പിൽ എടുത്ത് വെച്ച് അതേ രീതിയിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് എത്രയാണോ മാർക്ക്, അതേപോലെ പാർട്ട് 3 സബ്ജക്റ്റ് 1 ഏതാണോ അതായത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അറബിക്കാണ് അറബിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി സബ്ജക്റ്റ് 1 അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കൊമേഴ്സാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ കൊമേഴ്സിൻ്റെ സ്ട്രീം ഇവിടെ വന്നിട്ടുണ്ട്. സയൻസാണ്, സയൻസിൻ്റെ സ്ട്രീം വരും. അപ്പോൾ അത് നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്ത് മാർക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് കൂടെ നിങ്ങൾക്കിവിടെ ഓട്ടോമാറ്റിക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് ഓട്ടോമാറ്റിക് വന്ന മാർക്കും നിങ്ങളുടെ എക്സാം ഒറിജിനൽ മാർക്കും കറക്റ്റാണോ എന്ന് ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യുക. അങ്ങനെ എല്ലാം ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറുമാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ നിർബന്ധമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുവാണ് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഇവിടെ നിന്ന് ഏറ്റവും മുകളിൽ ഇമേജസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഇമേജസിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇമേജസ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് എൻ്റെ ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോയിൽ നിന്ന് എനിക്കിവിടെ ജസ്റ്റ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോ ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ
ഇവിടെ ഓട്ടോമാറ്റിക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്കിവിടെ ചൂസ് സിഗ്നേച്ചറാണ്. അപ്പോൾ നമ്മുടെ അതും ജസ്റ്റ് ചൂസ് ഫയൽ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഞാൻ ഡയറക്റ്റ് പോകുന്നു. അപ്പോൾ ഞാൻ എവിടെയാണോ ജസ്റ്റ് എൻ്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സിഗ്നേച്ചർ ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സിഗ്നേച്ചർ ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ ജസ്റ്റ് സിഗ്നേച്ചർ അപ്ലോഡ് സൈൻ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ആയി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈൽ ഫോണിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലാണ് ഏകദേശം ഫൈനൽ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. ഏഡ് യുവർ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഏതാണോ സെലക്ട് കോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 20 ഓപ്ഷൻസ് വരെ നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ ഒന്നാമത് സെലക്ട് കോഴ്സ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതാണ് BA അറബിക് ആണോ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി BA എക്കണോമിക്സ് ആണ്, BA എക്കണോമിക്സ് എടുത്തു. ഓക്കെ, ഇനി സെലക്ട് കോളേജസ്. ഏതാണ് കോളേജസ്? ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജാണ്, ആ ബ്രണ്ണൻ കോളേജ്. ഓക്കെ, ഞാനിവിടെ ഏഡ് യുവർ ഓപ്ഷൻസ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ ഓപ്ഷൻസ് എന്തായി എൻ്റെ ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, യു ഹാവ് ഓൾറെഡി ആഡ് ദിസ് ഓപ്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് ഞാൻ ഏതാണോ കോളേജ് കൊടുക്കുന്നത് അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. BA എക്കണോമിക്സ് തന്നെയാണെങ്കിൽ BA എക്കണോമിക്സ് കൊടുക്കുക. ശേഷം ഞാൻ കോളേജ് മാറ്റുന്നു, ഗവൺമെൻറ് കോളേജ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് യുവർ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻസ് ഇവിടെ ആഡായി നോക്കുക. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് വരെ കൊടുക്കാൻ സാധിക്കും. ഇനി കോഴ്സ് 1-2 ഓപ്ഷൻസ് എക്കണോമിക്സും ബാക്കിയുള്ളത് കോഴ്സ് മാറ്റുകയാണെങ്കിൽ ജസ്റ്റ് BA ഇംഗ്ലീഷ് ആണെങ്കിൽ BA ഇംഗ്ലീഷ് ഈ പറഞ്ഞ കോളേജിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, AD ഓപ്ഷൻസ് BA ഇംഗ്ലീഷ് കൊടുത്തു. അത്തരത്തിൽ നിങ്ങൾക്ക് 20 കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ നിങ്ങൾ ടോട്ടൽ മാറ്റി നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? കോളേജുകളുടെ ഓപ്ഷൻസ് കൊടുക്കുവാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജുകളും കോഴ്സുകളും കൊടുക്കുക. ആദ്യത്തെ 20 ഓപ്ഷൻസിൽ 1 മുതൽ 10 വരെ കൊടുക്കുന്ന നിർബന്ധമായിട്ട് നിങ്ങൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രമായിട്ട്, പ്രത്യേകിച്ച് ഒന്നാമത്തെയും രണ്ടാമത്തെയും വളരെ പ്രാധാന്യത്തോടു കൂടി മാത്രം കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉറപ്പിച്ചാൽ മാത്രം നിങ്ങൾ സേവ് റിഫ്രഷ് ഓപ്ഷൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഓപ്ഷൻ ഹാവ് ബീൻ സേവ്ഡ് സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അതായത് പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് പേജ്, അടുത്ത പേജിലോട്ട് നമുക്ക് പോകുവാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത പേജിൽ എന്താണ്? പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ജനറൽ വിഭാഗക്കാരാണ് 600 രൂപ, അല്ലാത്തവർ 300 രൂപയാണ്. അപ്പോൾ നമുക്കിവിടെ വെരിഫൈ പേയ്മെൻറ്റിൻ്റെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് നമുക്കിവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പേ ഫീ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണോ പേ നൗ എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വഴിയാണ്, ഏത് മെത്തേഡാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ UPI ഏറ്റവും താഴെ നിങ്ങൾക്ക് UPI, അത് നമ്മൾ ഗൂഗിൾ പേ ഉള്ളവർ UPIയിലാണ്. അപ്പോൾ നിങ്ങളുടെ എൻ്റർ UPI ID ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പേയുടെ UPI ID ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് UPI ID കൊടുക്കുക. ശേഷം നമുക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്ന് നിശ്ചിത എമൗണ്ട് പോവുകയും അതിനുശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ PDF ആയിട്ട് മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അത് നിങ്ങൾ പിന്നീട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് നിർബന്ധമായിട്ടും ഫുള്ളായി സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താക്കാൻ സാധിക്കുള്ളൂ, ഫൈനൽ വെരിഫിക്കേഷൻ സ്റ്റേജിലേക്ക് എത്തുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ പേയ്മെൻറ്റ് നടത്തുന്നില്ല, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നെ. അടുത്ത സ്റ്റെപ്പിൽ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഫൈനൽ വെരിഫിക്കേഷനാണ്. അപ്പോൾ എല്ലാ ഡാറ്റകളും ഒന്നുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ കാര്യവും ഒന്നുകൂടി വായിച്ച് എല്ലാം കൃത്യമാണെങ്കിൽ ഫൈനൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഫൈനൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി PDF കിട്ടും. നിങ്ങളുടെ ഡാറ്റയുടെ മൊത്തം PDF ഒരു പേജിലായിട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ജസ്റ്റ് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. അതിന് പുറമേ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ആ ഒരു PDF നിങ്ങളുടെ മെയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കുവാണ് പറയാം. അല്ലാത്തവർ ജസ്റ്റ് മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഹാജരാക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അപേക്ഷ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും നിങ്ങൾ അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇനി അടുത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞവർ അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്, എഡിറ്റ് ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ കൊടുത്ത ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും. പരമാവധി എല്ലാ കാര്യങ്ങളും ഘട്ടമായിട്ട് നിങ്ങൾ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. പരമാവധി ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.